പത്തനംതിട്ട ടൗണിൽ നമ്മളുടെ സ്ഥാനാർത്ഥി ചായക്കടയിലുണ്ട്. അപ്പോൾ നമുക്ക് ചായക്കടയിൽ ഇരിക്കുന്ന സ്ഥാനാർത്ഥിയോട് നമുക്ക് പ്രത്യേകിച്ച് ഇത്തിരി കൂടി സ്നേഹം കൂടും. പ്രത്യേകിച്ച് നമ്മളൊരു ഫുഡ് ആയതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. രാവിലെ നമുക്ക് തോമസ് ഐസക്കിനോടൊപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എന്താ. അപ്പോൾ ചലോ തോമസ് ഐസക്ക് സാർ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പറയായിരുന്നു ശ്രീ തോമസ് ഐസക്കിന് ചായക്കടയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഒരു പരിപ്പോടെ എന്തായാലും വാങ്ങിച്ചു തരണം. ഉണ്ടംപുരി സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഈ മൈക്കൊന്ന് പിടിച്ചാൽ ഞാൻ താഴോട്ടിറങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രീ തോമസ് ഐസക്കിനോടൊപ്പമാണ്. കുതിര സമാധാന പ്രിയനാണ്. നമ്മുടെ കെ എം മാണിയുടെ ചിഹ്നമായിരുന്നു പണ്ട് കുതിര, ഓർമ്മിക്കുന്നില്ലേ? കുതിരയെന്ന് കരുതി ഒട്ടകത്തിന്റെ ചിഹ്നത്തിൽ വോട്ടിട്ട് അന്ന് കെ എം മാണിയുടെ സ്ഥാനാർത്ഥി തോപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പാലായിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പൊ അങ്ങനെ പത്തനംതിട്ടയിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ജാക്കി ഇവിടെ നിൽക്കൂ. നമ്മളുടെ പടക്കുതിരയുമായി ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ കശിവിടെ നിന്നോളൂ. ആളുണ്ട്. ഓക്കെ, ബീഹാറിൽ നിന്നുള്ള കുതിരയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഒരു കാര്യം കണ്ടു. ഈ ബീഹാറിലെ ആൾക്കാരെടുത്ത് നിന്നപ്പോൾ ഉണ്ടല്ലോ, ഇവൻ പൊതുവിലും ശാന്തനായി കാണപ്പെട്ടു. പിന്നീടാണ് കാര്യം എനിക്ക് മനസ്സിലായത്. ഇവൻ ബീഹാറിൽ നിന്ന് വന്ന കുതിരയാണ്. പത്തനംതിട്ടയിലെ 10 പേരിൽ 4 പേര് ബീഹാറിൽ നിന്ന്, 2 പേര് ജാർഖണ്ഡിൽ നിന്ന്, 3 പേര് വെസ്റ്റ് ബംഗാളിൽ നിന്ന്. ഇപ്പൊ കണ്ട കണക്കാ. ഇപ്പൊ മതപരമായ ചടങ്ങിൽ പോലും പുറത്തുള്ളവരാ മുത്തുക്കുട പിടിക്കാനും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. 900 രൂപയാണ് കേരളത്തിൽ കിട്ടുന്നത്. ബീഹാറിൽ കിട്ടുന്നത് 300 വെസ്റ്റ് ബംഗാളിൽ കിട്ടുന്നത് 400. പക്ഷെ അവരിൽ പലരും BJP-ക്കാരാണ്. ഗുജറാത്തിൽ കിട്ടുന്നത് 280. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കൂടെ കുടിക്കാം അല്ലേ? അപ്പോൾ കാശുണ്ടല്ലോ അങ്ങയുടെ കയ്യിൽ. എന്തോ കാശുണ്ടല്ലോ, അത് കുഴപ്പമില്ല. അതൊരു ജനകീയ ഭക്ഷണശാലയാണ്. കാര്യം മലയാളികൾക്ക് ഏറ്റവും വില കുറച്ച് ഭക്ഷണം കൊടുത്ത ഒരു സങ്കല്പം ഉണ്ടാക്കിയ ആളാണ് തോമസ് ഐസക്ക്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം എന്തൊക്കെയാണ് ഐസക് സാറിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം ഒന്നും കൂടി നമുക്ക് നോക്കാം. നമസ്കാരം, സുഖമാണല്ലോ? സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കയറാം. മൈക്ക് പിടിച്ചിങ്ങോട്ട്, ഞാൻ പിടിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്നലെ എത്തിയപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞു. അപ്പോൾ മത്സരം ഇത്തവണ ശക്തമാകുമെന്നാണ് ആളുകൾ പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ മത്സരം ശക്തമാകുന്നത് നല്ലതാണ്, ഒരു ജനാധിപത്യ രീതി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ ആൻ്റണിയെ കണ്ടു. ഇന്നലെ ആൻ്റണി ഒരു പത്രസമ്മേളനം ആൻ്റണിക്ക് കുറച്ച് മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് എങ്ങനെയുണ്ട് പത്തനംതിട്ട ഇറങ്ങിയപ്പോൾ? ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ അത് വേറൊരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പാണ്. പൊളിറ്റിക്സിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ആലപ്പുഴ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുക. ഇത് നമ്മളൊരു അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ അടുത്ത വീട്ടിലെത്തത്തുള്ളൂ. അത് ശരിയാ, ബോർഡറാ. പിന്നെ എസ്റ്റേറ്റും കാടും ഒക്കെ അല്ലേ. ആലപ്പുഴ അതില്ലല്ലോ. ആലപ്പുഴയിലാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ പോകാൻ കാലെടുത്ത് വെച്ചാൽ മതി. പത്തനംതിട്ടയിലാണെങ്കിൽ വണ്ടി ഓടിച്ചു പോകാം. ഇവിടെ നടന്ന് വീട് കയറാൻ നല്ല ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. നടത്തം. രണ്ടാമത്തെ വ്യത്യാസം, ആലപ്പുഴ ഈ സ്ട്രെയിറ്റ് റോഡല്ലേ, ഇവിടെ വളഞ്ഞല്ലേ പോവുക. ഇത് രണ്ടെണ്ണം പ്രകടമായ വെല്ലുവിളിയാ അല്ലേ? അതായത് രാഷ്ട്രീയമായ വെല്ലുവിളിക്കും അപ്പുറം ജോഗ്രഫിയുടെ ഒരു വെല്ലുവിളിയുണ്ട്, ഭൂമിശാസ്ത്രത്തിന്റെ വെല്ലുവിളി. ഈ ഭൂമിശാസ്ത്രത്തിന്റെ വെല്ലുവിളിയെ മറികടക്കാൻ സംഘടന വളരെ ശക്തമാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ തവണ വീണ ജോർജ് മത്സരിക്കുമ്പോഴും സംഘടന വളരെ ശക്തമായിരുന്നു. ഇത്തവണയും താങ്കൾക്കൊപ്പം അതുണ്ട്. താങ്കൾ ഈ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ താങ്കളെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നതാണ്, താങ്കളാണല്ലോ സ്ഥാനാർത്ഥിയെന്ന്. പ്രചരണവും ഒക്കെ നമ്മൾ വേറെ രീതിയിൽ തുടങ്ങിയിരുന്നു. ഒരു കാര്യം ശ്രീ തോമസ് ഐസക്, ആൻ്റണിയുമായി സംസാരിക്കുന്ന സമയത്ത് വലിയ കോൺഫിഡൻസ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ സഭകളിലാണ്, കമ്മ്യൂണിറ്റികൾ അദ്ദേഹത്തിനോടൊപ്പമാണ് എന്നാണ് അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞത്. ഓഫ് റെക്കോർഡായിട്ട് പറഞ്ഞ കാര്യമാണ്, പക്ഷേ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമുദായങ്ങളെല്ലാം അദ്ദേഹത്തിനോടൊപ്പമാണ് എന്ന ആത്മവിശ്വാസം വലിയ വെല്ലുവിളിയാണ്. 2 കാര്യങ്ങളുണ്ട്. ഈ പുതിയ തലമുറയെ വെറും സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും വോട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലാതുള്ള വലിയൊരു വിഭാഗമുണ്ട്. 2, എന്ത് ഈ സമുദായങ്ങളെ കട്ടിപ്പേറായിട്ട് തനിക്ക് കിട്ടൂ എന്ന് അദ്ദേഹം കരുതുന്നത് അത് വലിയ തമാശയാണ്. സമുദായങ്ങളുടെ നിലപാടും മാറിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന മാറ്റം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നിലപാടിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിനി നമ്മുടെ വിഷയങ്ങളിലേക്കൊക്കെ വന്നാൽ, ഇന്നലെ പത്രസമ്മേളനത്തിൽ
ആന്റോ ആന്റണി പറഞ്ഞത് വലിയ രീതിയിൽ സൈബർ ഗ്രൂപ്പുകളൊക്കെ പ്രചരണ വിഷയമാക്കി മാറ്റുന്നു. താങ്കളത് കണ്ടിരുന്നു NIA-യുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ? അത് അദ്ദേഹം ഇന്നൊരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് NIA-ക്ക് അനുകൂലമായൊരു നിലപാടെടുക്കാഞ്ഞത്, അഥവാ NIA-ക്ക് എതിർത്തൊരു നിലപാടെടുക്കാഞ്ഞത്, വോട്ട് ചെയ്യാൻ എതിരുന്നത് എന്ന് അദ്ദേഹം ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഈ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത്? കോൺഗ്രസ് തെറ്റായ നയം. NIA എന്തടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യായിരുന്നത്? കാരണം ടോട്ടലി ആർബിട്രറി, സ്വേച്ഛമായിട്ട് എന്തും ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. അതിനെതിരായിട്ട് വോട്ട് ചെയ്യണ്ടേ? അല്ല, ഇപ്പൊ CA തന്നെ വോട്ട് ചെയ്തില്ലല്ലോ. CA-യുടെ കാര്യത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു, പക്ഷേ CA-യുടെ കാര്യത്തിൽ ശക്തമായി വിയോജിപ്പ് അറിയിച്ചു. പക്ഷേ വോട്ട് ചെയ്യാനുള്ള അവസരം അവിടെ കൊടുത്തില്ല. 11, 12, 13 3 രീതികളിലായിട്ട് ബില്ല് നിയമമായി. അദ്ദേഹം തന്നെ സമ്മതിച്ചു, കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടെങ്കിലും ഞങ്ങള് വടക്കേന്ത്യയിൽ അത് പ്രകടിപ്പിക്കുന്നില്ലെന്ന്. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ദൗർബല്യം. കേരളത്തിൽ വലിയ വാചകമൊക്കെ പറയും, പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ ഒരു മൃദുഹിന്ദുത്വ സമീപനം കൈക്കൊള്ളും. അതറിയാതെ എന്തിനാ അദ്ദേഹം ഇതിലേക്ക് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് താനത് മറന്നുപോയി എന്നാണ്. NIA-യുടെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇപ്പം താങ്കളെ പോലൊരാൾ NIA പോലൊരു വിഷയം ചർച്ച ചെയ്തത് ജീവിതകാലത്ത് മറക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അത് മറന്നുപോയി, ഓർമ്മപ്പിശകാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നില്ല എന്നാണ്. ഇതേ അന്ന് മുതൽ സജീവ രാഷ്ട്രീയ പ്രശ്നമാണ്. എങ്ങനെ അദ്ദേഹം മറന്നു പോണത്? ഒരുപക്ഷെ അദ്ദേഹം ധരിച്ചു കാണും നമ്മളൊക്കെ മറന്നുപോയത്. മറക്കാൻ പാടില്ലാത്തതായിരുന്നു. മറക്കാൻ പാടില്ലാത്തതായിരുന്നു. ഓക്കെ, ഇനി ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അങ്ങോട്ടേറെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ചായ വേണ്ടേ? ചായ മറന്നുപോയി. ചായ എങ്ങനെയാ? വിത്തൗട്ടാണോ? ചായയും ചായ ഉണ്ടംപുരി. അപ്പൊ ചായയും ഉണ്ടംപുരി. കടുപ്പം വേണോ? കടുപ്പം കുറഞ്ഞു വേണോ? കടുപ്പമാവാം. ഇതിനേക്കാൾ വലിയ കടുപ്പങ്ങളിലൂടെ കരകയറി വന്നയാളാണ് തോമസ് ഐസക്. തോമസ് ഐസക്, നമ്മൾ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ താങ്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് എന്താ? ഞാൻ മനസ്സിലാക്കുന്നത്, ഗ്രൗണ്ടിൽ ഞാൻ കുറേ ആളുകളോട് സംസാരിച്ചപ്പോൾ പെൻഷൻ കിട്ടാത്തതിൽ അവർ നിരാശരാണ്, സാമ്പത്തിക പ്രാരാബ്ദങ്ങളുണ്ട് പലർക്കും. പക്ഷെ അതേസമയം തന്നെ ആന്റോ ആന്റണി എന്ന MP കാണാനില്ല എന്നൊരു പരാതി കൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ ആന്റോ ആന്റണി ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട്. 17 കോടിയിൽ 16 കോടി 15 ലക്ഷം രൂപയും ചിലവഴിച്ചു എന്നാണ് റെക്കോർഡിൽ കാണുന്നത്. ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 82% അറ്റൻഡൻസ് ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, രാഷ്ട്രീയ നിലപാട് മാറ്റിയാൽ രണ്ടെണ്ണം. ഒന്നൊരു 7000 കോടിയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് കിഫ്ബിയും അനുബന്ധ സ്ഥാപനങ്ങളും വഴി ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. 7000 കോടി. ഇത് പത്തനംതിട്ടക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു മുമ്പ്. അപ്പോൾ ഈ 17 കോടിയൊന്നുമല്ല ഞാൻ പറയുന്നത്, 7000 കോടിയുടേത്. പക്ഷേ അവരിപ്പോൾ പ്രചരണ വിഷയമാക്കുന്നത്, ഇന്നലെ എൻ്റെ ചർച്ചയിൽ പറഞ്ഞത് കിഫ്ബി കൊണ്ടുവന്ന് ഞങ്ങളെ പട്ടിണിയിലാക്കിയ തോമസ് ഐസക് എന്നാണ് പത്തനംതിട്ടക്കാർ. അതെ, നമുക്ക് അത് തന്നെ പ്രചരണ വിഷയമാക്കാം. അത് ഏറ്റെടുക്കുന്നു. പിന്നെ കിഫ്ബി പ്രചരണ വിഷയമാക്കാൻ തോമസ് ഐസക് ഈ മണ്ഡലത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. കിഫ്ബിയുടെ ഓരോ കെട്ടിടം, ഓരോ പാലം, ഓരോ റോഡ്, അതിൻ്റെയൊക്കെ മുകളിൽ അവിടെ വലിയ ബോർഡുകൾ സ്ഥാപിക്കാം. കിഫ്ബി അങ്ങനെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല. വെറുതെ കൊണ്ട് ബോർഡല്ല, ആഘോഷപൂർവ്വം. എന്നിട്ട് നാട്ടുകാരോട് ചോദിക്കാൻ പോയാണ്, ഇത് വേണ്ടിയിരുന്നോ, വേഗത കൂടിപ്പോയിന്ന് തോന്നിയോ എന്നുള്ള ചോദ്യം. നല്ല സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് ബുദ്ധിമുട്ടായോ? ഒരാൾ പോലും പറയില്ല ഇത് വേണ്ടിയിരുന്നില്ല. എല്ലാവരും പറയും ഇത് വേണം, കുറച്ചുകൂടി വേണമെന്നാ പറയാം. ആത്മവിശ്വാസമുണ്ട് കിഫ്ബി പ്രചരണ വിഷയമായാൽ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത സ്റ്റെപ്പ് പറയുന്നത്, ഇതിന് നമ്മളെ പിഴയിടാനാണ് ഈ കേന്ദ്രം ശ്രമിക്കുന്നത്. ഇതിൻ്റെ പേരിൽ എൻ്റെ പുറകെ ED വിട്ടിരിക്കുക. ഞാൻ കിഫ്ബി അങ്ങ് പ്രചരണ വിഷയമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്ലിയർ. ഇവിടെ ED-യും കിഫ്ബിയും പ്രചരണ വിഷയമാക്കി മാറ്റാൻ തോമസ് ഐസക് തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്നത് കാണട്ടെ എന്നാണ്. ശരി, ED വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകുന്നത്, എന്തൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിൽ ED വരുമോ എന്നൊരു ചോദ്യം പൊതുവേ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ സോറൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അയാളുടെ വീട്ടിൽ നിന്ന് 40 ലക്ഷം രൂപയോളം കണ്ടെടുക്കുന്നു.
അദ്ദേഹത്തിൻ്റെ വീട്ടിൽ BMW കാറ് കിടക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമായി വേട്ടയാടുമ്പോഴും അദ്ദേഹം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈയുടെ കേസെന്താ? അഴിമതിയല്ല, കള്ളപ്പണം വെളുപ്പിക്കലല്ല, ഫെമ നിയമലംഘനം, വിദേശ നാണയ ചട്ടം ലംഘിച്ചെന്ന്. അപ്പം അവർക്ക് പോലും ഇതിൽ അഴിമതി ഉണ്ടെന്നുള്ള ആക്ഷേപമില്ല. അപ്പൊ പിന്നെ ഞാനെന്തിനാ പരിഭ്രമിക്കുന്നേ? പക്ഷെ ഇവന്മാര് ഒരു കേസും ഇല്ലാതെ 2 വർഷമായിട്ട് ഇന്നവരെ കോടതി പറയാൻ കഴിഞ്ഞില്ല എന്ത് നിയമലംഘനമാണ് നടത്തിയെന്നുള്ളത്. അങ്ങനെ ഒരു ചാർജും ഇല്ലാതെ വെറുതെ വിളിപ്പിക്കുക, ചോദ്യം ചെയ്യുക, നിർത്തുക, നാളെ വാന്ന് പറയാ, അതിന് നിന്ന് കൊടുക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ED തന്നെയാണ്, കിഫ്ബിയെ തന്നെയാണ് പ്രചരണ വിഷയമാക്കാൻ പോകുന്നത്. അത് UDF പ്രചരണത്തിന് എതിരായിട്ട് ഉപയോഗിച്ചാൽ അവർക്ക് തിരിച്ചടിയാവും ആ അർത്ഥത്തിൽ, അല്ലേ? ശരി. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അപ്പം സാമ്പത്തിക കാര്യങ്ങൾ അങ്ങനെ. പക്ഷേ ആന്റണി ജനകീയനായ MP ആണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തോമസ് ഐസക് ആലപ്പുഴക്കാരനല്ലേ, പത്തനംതിട്ടക്കാരനായ ആന്റണി ജയിപ്പിക്കണ്ടേ എന്നാണ് ചില വോട്ടർമാർ ചോദിക്കുന്നത്. ഞാൻ എതിർ സ്ഥാനത്തെ കുറിച്ച് മോശമൊന്നും പറയുന്നില്ല, ഇതൊന്ന് ചെയ്യിച്ചോട്ടെ എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുണ്ട്. മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യം, ജനകീയ ആസൂത്രണം നടത്തിയപ്പോൾ ചെയ്ത കാര്യം, ആലപ്പുഴ ചെയ്ത കാര്യങ്ങൾ, ഞാനെന്തിനാ മറ്റൊരാളെ കുറ്റം പറയാൻ വേണ്ടി നടക്കുന്നു? ജനങ്ങൾ താരതമ്യപ്പെടുത്തിക്കോട്ടെ. എൻ്റെ 15 വർഷവും അദ്ദേഹത്തിൻ്റെ 15 വർഷവും. ഏതായാലും ഞാൻ വ്യക്തിപരമായിട്ട് ഒരു അറ്റാക്കിനുമില്ല. ഈ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ 2,97,000 വോട്ട് പിടിച്ചു. ഇത്തവണ അനിൽ ആന്റണിയാണ്, AK ആന്റണിയുടെ മകനാണ്. സ്വാഭാവികമായും ആ വോട്ടുകൾ ശബരിമല സീസൺ അല്ലാത്തത് കൊണ്ട് അത് കുറഞ്ഞാൽ അത് ആരിലേക്ക് പോകും എന്നതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ്. ഇറ്റ്സ് എ ഗെയിം ഓഫ് നമ്പേഴ്സ്. യഥാർത്ഥത്തിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. BJPക്ക് ഒരു 10-12% വോട്ടിനപ്പുറം വോട്ട് കിട്ടില്ല. BJP വളരെ പുറകോട്ടാണ്. അത് 19 ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു BJP താഴേക്കാണ്. കഴിഞ്ഞ നിയമസഭ വന്നപ്പോൾ അത് 16%. ഇപ്പോൾ ഈ ലോക്സഭയിൽ 12-10 ആയിട്ട് ചുരുങ്ങും. അപ്പോൾ ഈ BJPയുടെ വോട്ട് എങ്ങോട്ട് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് BJP പ്രവർത്തകർ വിട്ടു BJP, CPMലേക്ക് വന്നു. അങ്ങനെ CPM വിട്ടുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനും BJPയിലുള്ള ഇടത്തരം നേതാക്കന്മാരെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിനും വളരെ ബോധപൂർവമുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്. അത് BJPയിൽ നിന്ന് CPMലേക്കുള്ള ഒരു ഒഴുക്ക് പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. BJP ഒത്തിരി പേരിങ്ങനെ വന്നു, കോൺഗ്രസിൽ നിന്നും വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന രാഷ്ട്രീയ ബലാബലത്തിലെ മാറ്റം. 2 DCC പ്രസിഡന്റ്മാർ ഇന്ന് ഞങ്ങളുടെ നേതൃത്വത്തിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPMനോടൊപ്പമാണ്. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. രണ്ടാമത്തേത്, അനിൽ ആന്റണിക്ക് ഈ വോട്ട് സമാഹരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാസം അവരൊന്നും മാറിയിട്ടൊന്നുമില്ല. അവരെ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർ നോക്കത്തില്ലേ വ്യക്തികളെ? അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. താങ്കൾക്ക് വോട്ട് നൽകിയാൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ആളുകൾക്ക് തലകുനിച്ച് നടക്കേണ്ടി വരും. നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി. ആന്റണി ഇന്നലെ പുൽവാമയുടെ കാര്യത്തിലൊക്കെ എടുത്തൊരു നിലപാട് വളരെ ധീരമായൊരു നിലപാടാണ്. പുൽവാമയുടെ കാര്യം ഇന്നിപ്പോൾ ആന്റണിയോട് പറയുകയായിരുന്നു, BJP തന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വിഷയത്തിൽ അറസ്റ്റ് വരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. ആരവിടെ? BJPയിലല്ലോ കേരളം ഭരിക്കുന്നത്. ഇവിടെ ഭരിക്കുന്നത് LDF അല്ലേ? അദ്ദേഹത്തിനൊന്നും അറസ്റ്റ് ചെയ്യാൻ പോണില്ല. വെറുതെ അറസ്റ്റ് ഭരിക്കാൻ നടക്കേ വേണ്ട, വോട്ട് പിടിക്കാൻ നോക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ പത്മജ മാറുന്നു, കോൺഗ്രസിലെ നേതാക്കൾ വരുന്നു. നാളെ ഒരു പക്ഷേ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടി BJPയിലേക്ക് വന്നേക്കാം എന്നൊക്കെ BJPക്കാർ പറയുന്നുണ്ട്. ഞാൻ ആന്റണിയോട് ചോദിച്ചു,
അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചാൽ പോകുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി രാഷ്ട്രീയമായ ചായ കുടിക്കാൻ ആന്റോ ആൻ്റണി നിന്ന് കുടിക്കില്ല എന്നാണ്. അപ്പോൾ താങ്കൾ പോകുമ്പോൾ പത്തനംതിട്ടക്കാരോട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നയം കേന്ദ്രത്തിൽ. രണ്ട്, പത്തനംതിട്ടയുടെ സ്പെസിഫിക് ആയിട്ടുള്ള വികസനം. മൂന്ന്, ആ ചെയ്ത കാര്യമാണ്, ചെയ്യാൻ പോണ കാര്യം. ഇനി മാജിക് സർ പത്തനംതിട്ടയിൽ എല്ലാവർക്കും തൊഴിൽ. പത്തനംതിട്ടയിൽ അരുൺ വിശ്വസിക്കുന്നില്ല. മോദി സർക്കാർ പറഞ്ഞതാ 2 കോടി. അരുൺ ഇത് ചെയ്യും, ചെയ്ത് തുടങ്ങി. അല്ല, എല്ലാവർക്കും തൊഴിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പിള്ളേർ പഠിക്കണം, ഡിഗ്രി എടുക്കണം, എന്നിട്ട് തേരാപ്പാര ജോലി അന്വേഷിച്ച് കിടക്കുന്നു. കുറച്ച് പേരാണെങ്കിൽ കുറച്ച് സ്കില്ലും കൂടി പഠിക്കും, എന്നിട്ട് പിന്നെ ജോലി അന്വേഷിക്കും. അതല്ല വേണ്ടത്. ആദ്യം ജോലി ഐഡന്റിഫൈ ചെയ്യണം, കമ്പനിയോട് സംസാരിച്ചു എല്ലാം, എന്നിട്ട് അതിനു വേണ്ടിയുള്ള സ്കില്ലിങ്. ഇപ്പം നേഴ്സുമാരെ നോക്ക്, നമ്മുടെ രാജ്യങ്ങളും ബാക്കിയോട് സംസാരിച്ച് നേഴ്സുമാരുടെ എന്നിട്ട് ഏത് രാജ്യത്തേക്കാണോ അതിൻ്റെ ഭാഷ പഠിപ്പിക്കുന്നു. ഇത് തന്നെ 10,000 തൊഴിലുകളുടെ ലിസ്റ്റ് ഉണ്ടല്ല, അച്ചടിച്ച് ഇന്ന് മുതൽ വീടുകളിൽ എത്തിക്കുകയാണ്. 10,000 തൊഴിലുകളുടെ ലിസ്റ്റ് വീട്ടിൽ എത്തിച്ചിട്ട് അവർക്കുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ജോലി ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ അഭ്യസ്ത വിദ്യനുണ്ട്, തൊഴിലില്ല, ഇതിലേതെങ്കിലും ഒരു തൊഴിൽ വേണം, വന്നോളൂ, സ്കിൽ ട്രെയിനിങ് നടത്തി ഡിപ്ലോയ് ചെയ്യും. അത് പത്തനംതിട്ട സെൻട്രലൈസ് ചെയ്തായിരിക്കും നടത്തുക. അതെ, പത്തനംതിട്ട സെൻട്രലൈസ്. അതായത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ മാത്രമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ചിലപ്പോ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ചില സ്ഥലങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്സ്. 17 കോടിയാണ് ഇത് സർക്കാരിന്റെ പ്രോഗ്രാമാണെന്ന്. പക്ഷെ സർക്കാരിന് പണമില്ല സാർ. പണം വേണ്ടെന്നതിന് അയ്യോ, സ്കിൽ ട്രെയിനിങ് ഒന്നും അങ്ങനെ പണമൊന്നും വേണ്ട. സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? എന്തോ പ്രവാസികളുടെ പണം പ്രവാസികള് ജോലി കണ്ടുപിടിക്കും. അവർ വിദേശത്തൊക്കെ ജോലി ചെയ്യല്ലേ, തങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനത്തെ 100 ഒഴിവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിലെ അക്കൗണ്ടൊക്കെ അടുത്ത വർഷം മുതൽ പുറത്താ ചെയ്യണേ, ഒരു സംരംഭം ഉണ്ടാക്കിയാൽ അങ്ങോട്ട് കിട്ടും എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാരോട് പറയും. അത് താല്പര്യമുള്ള വന്നാൽ നമ്മൾ സ്കിൽ ചെയ്ത് ജോലി കൊടുക്കും. ഇത് നോളജ് എക്കോണമി മിഷൻ നടത്തുന്നതാണ്. ഇതാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് കേരളത്തിൽ ഇത്തരത്തിൽ മാസീവ് ഡ്രൈവ് ജനകീയാസൂത്രണ കാലത്ത് നടത്തിയ പോലെ നടത്തേണ്ടത്. വിജ്ഞാന പത്തനംതിട്ട. വിജ്ഞാന പത്തനംതിട്ട എന്നൊരു പ്രോജക്റ്റിലാണ് ഇത് വരാൻ പോകുന്നത്. സൗണ്ട് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ അപ്പോഴും എൻ്റെ സംശയമുള്ളത്, ഈ അസാപ്പൊക്കെ വന്നു പോയതുപോലെ പേരിന് മാത്രമായി ഇത് ഒടുങ്ങിത്തീരുമോ? 2 കോടി രൂപ 2 കോടി തൊഴിലെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനം പോലെ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന്റോ ആൻ്റണിയെ കുറിച്ച് പറയുന്നൊരു വലിയ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാക്കി, പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളത്. ലോകത്തെ കോടിക്കണക്കിന് തൊഴിലുകളാണ് ഉണ്ടാക്കുന്നത്. അതിൽ നമുക്ക് പറ്റിയ 19,000 തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ഈ MB ഒക്കെ ചെയ്യേണ്ട പണി. അതൊക്കെയാണ്. അതാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്. അതുമാത്രമല്ല, 25 സെന്റ് സ്ഥലമുണ്ടോ, പറയുന്ന പോലെ ഹൈടെക് ഫാമിങ്ങിന് തയ്യാറുണ്ടോ, പ്രിസിഷൻ ഫാമിംഗ്, 1.5 ലക്ഷം രൂപ ഒരു വർഷം ഉറപ്പ്, ഗ്യാരണ്ടി. അത് വലിയ വാഗ്ദാനമാണ്. 1.5 ലക്ഷം രൂപ ഹൈടെക് ഫാമിങ്ങിന് വേണ്ടി 25 സെന്റ് ഉള്ളവർക്ക് നൽകാൻ പോകുന്നു. വിദേശത്ത് തൊഴിൽ കണ്ടെത്തി കൊടുക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്കില്ലും ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു. അപ്പോൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് സംവിധാനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതെ, ലേബറുണ്ട്, നോളജുണ്ട്, അതിനെ ട്രെയിൻ ചെയ്യുക, തൊഴിലവസരങ്ങളുമായി കണക്ട് ചെയ്യുക. നമ്മൾ ഇലക്ഷനൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യണം. ഇത് ചെയ്യാം. ഇപ്പം ആളുകൾക്ക് സംശയങ്ങൾ പലതുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ക്യാമ്പയിൻ മുഴുവൻ മുഖാമുഖമാണ്. എന്ത് വേണമെങ്കിൽ ചോദിച്ചു, എന്ത് സംശയം വേണമെങ്കിലും. അങ്ങനെയുള്ള ചർച്ചകളാണ് മുഴുവനും. ഇപ്പോൾ ഉള്ള നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടി പ്രവർത്തകരല്ല, അല്ലാതുള്ള ഒരുപാട് പേര് എന്നാലും ഇയാളെ പിടിക്കണമല്ലോ എന്നൊക്കെയുള്ള വാശി വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ചോദ്യമായിരിക്കും, നിങ്ങൾ ഇത്രയും വാഗ്ദാനമൊക്കെ തന്നിട്ട് 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക തന്നില്ലല്ലോ.
ഈ പണ്ടായിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചാല്. ആ ഇപ്പൊ ഒരു പ്രശ്നമില്ല. ആ കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാർ സമ്മതിച്ചല്ലോ എന്ന് 13,608 തരാനുണ്ടെന്ന്. ആ അത് കിട്ടിയിരുന്നെങ്കിൽ പെൻഷൻ കൊടുക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയാം, ദൈവന്മാർക്കെതിരായിട്ട് വോട്ട് ചെയ്യണം, എന്നിട്ട് എന്നെ ജയിപ്പിക്കുക, ഞാൻ പോയി പിടിച്ചു വാങ്ങാം അവരുടെ എന്ന് പറയുമ്പോൾ അത് കൊള്ളാം. കൺവിൻസിംഗ് ആവും. കാരണം നമുക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? ഇലക്ഷന് മുൻപ് പെൻഷൻ കൊടുത്തു തീർക്കാൻ സാധ്യതയുണ്ടോ? കുറച്ചെങ്കിലും ഉണ്ട്, ഉറപ്പായിട്ടും. ആ കാരണം 13,608 കോടി രൂപയിൽ അവരെത്രയോ 5,000 മറ്റോ ഇപ്പം അനുവദിച്ച് തന്നിട്ടുണ്ട്. അതെ, ഇനിയൊരു 5,000 കൂടി തരാമെന്ന് പറയുന്നുണ്ട്. ആ പിന്നെ 5,000 കൂടിയല്ല, 13,608 കിട്ടണം. ആ പിന്നെ എലക്ഷൻ മെയ് മാസത്തിലാണ് അല്ലെങ്കിൽ ഏപ്രിൽ അവസാനം. അവരുടെ പുതിയ ധനകാര്യ വർഷമായി, നമുക്ക് വായ്പ എടുക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ 47,000 കോടിയോളം ഉണ്ടെന്ന് അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ അതൊരു ടെൻഷനല്ല. ഇന്നത്തെ ഈ സംഭവങ്ങളെ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കും. ഇതൊരു കള്ളക്കളിയുടെ ഭാഗമായിട്ട് കേരള സർക്കാരിനെ വിഷമത്തിലാക്കാൻ ചെയ്തിരിക്കുകയാണെന്ന് ഇത് പറഞ്ഞ് ഇങ്ങോട്ട് ബോധിപ്പിക്കണ്ട, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദാറ്റ്സ് ക്ലിയർ. സോ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, വളരെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തോമസ് ഐസക് പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് വന്നിരിക്കുന്നത്. വിജ്ഞാൻ പത്തനംതിട്ട അല്ലേ? വിജ്ഞാന പത്തനംതിട്ട നോളജ് എക്കോണമി, കേരള നോളജ് എക്കോണമി എന്നാണല്ലോ ടൈറ്റില്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ കുടുംബശ്രീ പദ്ധതി ഇപ്പോൾ നന്നായി പോകുന്നു അല്ലേ? മാരാരിക്കുളം മോഡൽ, നമ്മൾ മാരാരിക്കുളം മോഡൽ നോളജ് ഇന്റൻസീവ് ഇതല്ല, നമ്മുടെ ജനകീയ ആസൂത്രണ നാട്ടിലുള്ള ഏർപ്പാടുകളും ഇത് മാറണം. ഇത് മാറി അടുത്ത തലത്തിലേക്ക് നോളജ് എക്കോണമി കൃഷിയിലായാലും എന്തോ അതിന്റെ ഹബ്ബ് പത്തനംതിട്ടയാവാൻ പോകുന്നു. യെസ്, കേരളത്തിലെ ആദ്യത്തെ വിജ്ഞാന ജില്ല അത് പത്തനംതിട്ടയാവും. ദാറ്റ്സ് എ പ്രോമിസ് സർ. ആ പ്രോമിസ് പാലിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട് നമ്മളോടൊപ്പം ചേർന്നതിൽ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉറപ്പായി. തോമസ് ഐസക് തെരഞ്ഞെടുപ്പിൽ കിഫ്ബിയെ കുറിച്ച് പറയും, ED കുറിച്ച് പറയും, 2 വിജ്ഞാൻ പത്തനംതിട്ട എന്ന പ്രോജക്റ്റിനെ കുറിച്ചും പറയും എന്നുള്ളതാണ്. താങ്ക്സ് എ ലോട്ട്. നല്ല ഉണ്ടംപൊരിയ അല്ലേ? നല്ല രുചിയുണ്ട്. പഠിക്കുന്ന കാലത്ത് ഉണ്ടംപൊരി ബീഫായിരുന്നു കോമ്പിനേഷൻ. ഉണ്ടംപൊരി ബീഫും. ചേട്ടാ ഇവിടെ ബീഫുണ്ടോ? ബീഫായിട്ടില്ല. ഐസക് സാർ എന്നെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു, ഉണ്ടംപൊരിയും ബീഫും. അന്ന് പഴംപൊരിയും ബീഫും വന്നിട്ടില്ല, ഉണ്ടംപൊരി ബീഫായിരുന്നു. 2 ഉണ്ടംപൊരി, ഒരു ബീഫ്, വയറു നിറയും. വിജയിച്ചു വരൂ, നമുക്കൊരു ഉണ്ടംപൊരിയും ബീഫും കഴിച്ചിരിക്കണം. താങ്ക് യു സർ.